സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് LDF ഇങ്ങനെ പ്രചാരണത്തിൽ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും ഒക്കെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ 16 മണ്ഡലങ്ങളിലും സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആറ്റിങ്ങൽ അടൂർ പ്രകാശും പത്തനംതിട്ടയിൽ ആന്റണിയും തന്നെയാണ് മത്സരിക്കുക. ഒരു ചെറിയ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളമാണ്. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയില്ല എങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ സ്ഥാനാർത്ഥിയാകും. അതോടൊപ്പം എറണാകുളത്ത് സിറ്റിംഗ് എംപി ആയിട്ടുള്ള ഹൈബീഡൻ തന്നെ എത്തും. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെയാകും ഇപ്രാവശ്യവും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും ഒരു പേരുകൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ആ ഒരു പേരിന്റെ പട്ടിക തന്നെയാണ് ഹൈക്കമാൻഡിലേക്കും സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും തൃശ്ശൂരിൽ TN പ്രതാപനുമാണ് മത്സരിക്കുക. തൃശ്ശൂർ ഏതായാലും വലിയൊരു മത്സരം ഉറപ്പായി കഴിഞ്ഞു. കാരണം എതിർ ഭാഗത്തുള്ളത് VS സുനിൽകുമാറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുമാണ്. അവിടെ ത്രികോണ മത്സരത്തിന് തന്നെ അരങ്ങൊരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ശക്തമായ മത്സരത്തിന് സാധ്യതയുള്ളൊരു മണ്ഡലമായി ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെതിരെ സിറ്റിംഗ് എംപി ആയിട്ടുള്ള രമ്യ ഹരിദാസ് തന്നെ എത്തുമ്പോൾ പാലക്കാട് സിറ്റിംഗ് എംപി VK ശ്രീകണ്ഠൻ തന്നെയാണ് വരുന്നത്. കോഴിക്കോട് സിറ്റിംഗ് എംപി ആയിട്ടുള്ള MK രാഘവൻ, വർഷങ്ങൾ അവിടെ MP ആയിട്ട് ഉള്ള MK രാഘവൻ തന്നെ ഇക്കുറിയും ഇറങ്ങും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും പേരുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ ഒരു സന്നദ്ധത അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയില്ല എങ്കിൽ ഈ സാമുദായിക സമവാക്യമൊക്കെ നോക്കി വയനാട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്. കണ്ണൂരിൽ K സുധാകരന്റെ പേര് തന്നെയാണ് ഇപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അടക്കം ഉയർന്നു വന്നത്. ഒരു പേര് മാത്രമാണ്. സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ മാത്രം മറ്റൊരു പേരിലേക്ക് പോവുകയുള്ളൂ. വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് ഈ സംസ്ഥാന നേതാക്കളുടെ അടക്കം അഭിപ്രായം. വടകരയിൽ ഇപ്പോൾ മത്സരം നടക്കാൻ പോകുന്ന ഏറ്റവും ഒരു സ്റ്റാർ മണ്ഡലമാണ്. അവിടെ K മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും സിറ്റിംഗ് എംപി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, MV ബാലകൃഷ്ണൻ CPM ജില്ലാ സെക്രട്ടറിയെ എതിരിടാൻ എത്തും. ഇനി അന്തിമ തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്.